റിപ്പോർട്ടർ ഇംപാക്ട് വാർത്തയിലേക്കാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് പ്രവർത്തനം നിലച്ച കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ കാത്ത് ലാബ് ഇന്ന് പ്രവർത്തനം പുനരാരംഭിക്കുകയാണ്. കുടിശ്ശികയായ 1.25 കോടിയിൽ 50 ലക്ഷം രൂപ ഇന്ന് വിതരണക്കാർക്ക് കൈമാറും. നാളെ മുതൽ ശസ്ത്രക്രിയകളും ആരംഭിക്കും. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് കാത്ത് ലാബിൽ ആരോഗ്യവകുപ്പ് അടിയന്തര പരിശോധന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടിയായിരിക്കുന്നത്. കാത്ത് ലാബിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സമയമൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഡയബറ്റിക് ആയാലും ന്യൂറോയിൽ ഇപ്പോൾ ഡോക്ടർ ഇവിടെ അങ്ങനെ ഒരു തസ്തിക തന്നെ ഇല്ലയെന്നാണ് കഴിഞ്ഞ HDS മീറ്റിങ്ങിൽ MLAയും പിന്നെ കളക്ടറെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് കളക്ടറൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നെങ്കിലും തൽക്കാലം ഈ ഡോക്ടർമാരൊക്കെ ഇവിടെ നിയമിക്കുക. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, അപ്പോൾ ഓർത്തോയിൽ പോലും നമുക്ക് വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെ വരുന്ന ആളുകൾക്ക്, അതായത് രോഗികൾക്ക് മരുന്ന് ഇല്ല. അത് കേരളം മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നമാണെങ്കിലും ഇവിടെ അതെല്ലാം കുറച്ച് കൂടുതൽ രൂക്ഷമാണ്. പിന്നെ ലാബ് മുഴുവൻ ആളുകൾക്ക് ആ സൗകര്യം ഇല്ല. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ഒരു ഡോക്ടറെ ഇപ്പോഴും വർഷങ്ങളായിട്ടും പിന്നെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പോലും കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് അതും നിലച്ചിരിക്കുകയാണ്. സാനിയോ മനോ വീണ്ടും വിവരങ്ങളുമായി. സാനിയുടെ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം അവിടെയുള്ള കുഴപ്പങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പോരായ്മകളെക്കുറിച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഏതായാലും തൽക്കാലത്തേക്ക് നാളത്തേക്ക് ഒരു പരിഹാരമാകുന്നു. 50 ലക്ഷം കൊടുത്തിരിക്കുന്നു. ബാക്കി തുക എപ്പോൾ കൈമാറും? അതിന്റെ വിവരങ്ങളുണ്ടോ? അതായത് 2.5 കോടി രൂപയായിരുന്നു ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഈ കാത്ത് ലാബിൽ സ്റ്റെൻറ്റും മറ്റു ഉപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്ത വകയിൽ കൊടുത്തു തീർക്കാനുള്ളത്. അതിനുശേഷം തന്നെ വിതരണക്കാർ വിതരണം നിർത്തി. പിന്നീട് 1.25 കോടി രൂപ കൊടുത്തു തീർത്തു. എന്നാൽ ബാക്കിയുള്ള 1.25 കോടി രൂപ കൂടി കൊടുത്താൽ മാത്രമേ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയുള്ളൂ എന്നായിരുന്നു വിതരണക്കാരുടെ ഒരു നിലപാട്. പക്ഷേ നമ്മൾ വാർത്ത ചെയ്യുന്നു 10 മാസത്തിലധികമായി ഈ കാത്ത് ലാബ് പൂട്ടിയിട്ടിരിക്കുകയാണ്. വെറും 4 വർഷം മാത്രം പഴക്കമുള്ള കാത്ത് ലാബ് ഇങ്ങനെ 10 മാസമായി പൂട്ടിയിട്ടാൽ ഉപകരണങ്ങൾ കേടാകുമെന്നുള്ളതടക്കം വാർത്തയിൽ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നേരിട്ട് ഇടപെടുകയായിരുന്നു. ആരോഗ്യമന്ത്രി നിയമിച്ച സമിതി തന്നെ നേരിട്ട് ബീച്ച് ജനറൽ ആശുപത്രിയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെ വിതരണക്കാരുടെ സംഘടനയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 50 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാമെന്ന് പറയുകയായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് 50 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും അതുപോലെ മരുന്നുകളുമൊക്കെ വിതരണം ചെയ്ത് തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശേഷം നാളെ മുതൽ തന്നെ അവിടെ സർജറികൾ, കാത്ത് ലാബിൽ സർജറികൾ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. ഒരു ദിവസം 40 മുതൽ 50 വരെ ശസ്ത്രക്രിയകളാണ് ബീച്ച് ജനറൽ ആശുപത്രിയിൽ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ വിതരണക്കാരോടക്കം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അടുത്ത മാർച്ചിൽ തന്നെ ബാക്കിയുള്ള തുകയും കൊടുത്തു തീർക്കാമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇനിയൊരു തവണ കൂടി ഇത്തരത്തിൽ കുടിശ്ശിക ഉണ്ടാവുന്നത് അനുവദിക്കാനാകില്ല എന്നും അവർ പറയുന്നു. കുടിശ്ശിക ഉണ്ടാവുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉടൻ കണ്ടെത്തുമെന്ന് പുതിയ സമിതി അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും നാളെ മുതൽ തന്നെ ബീച്ച് ജനറൽ ആശുപത്രിയിലെ കാത്ത് ലാബിൽ ഹൃദയ ശസ്ത്രക്രിയകൾ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.